ഈ ക്ഷേത്രത്തിൻ്റെ 4ാം ദിവസ മഹോത്സവത്തിൻ്റെ 4ാം ദിവസമാണിന്ന്. ഭക്തജനങ്ങളുടെ തിരക്കാണ്. തീർച്ചയായിട്ടും അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ഓരോ മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്തിടയിൽ ഇപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ വരുന്ന വഴി വായിച്ചതാണ്. അതായത് മിസൈൽ നമ്മുടെ മുറ്റത്തേക്ക് വീഴാത്തിടത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വേറെ എവിടെയോ നടക്കുന്നൊരു പൂരമാണ്. അപ്പോൾ നമ്മളാരും ആ യുദ്ധത്തിൻ്റെ തീവ്രതയോ ഭീകരതയോ അറിയുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ. ഇന്നിവിടെ വന്ന് നമുക്ക് ദൈവത്തിനോട് പറയാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും അല്ലേ? കുട്ടികൾക്ക് പറയാനുണ്ടാവും, പരീക്ഷയ്ക്ക് റിസൾട്ട് വരാറായി, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരാറായി, എനിക്ക് നല്ല മാർക്ക് കിട്ടണം, A+ കിട്ടണം, അത് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ജോലി ഇല്ലാത്തവർ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വീട് വയ്ക്കാത്തവർ വീട് വെക്കണം, വണ്ടി വേണ്ടവർ വണ്ടി വേണം. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങൾ. ഇഷ്ടമുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കണം. അങ്ങനെ മൊത്തം പ്രാർത്ഥനകളുടെ പെരുമഴയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഒന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഒന്നും കൂടി നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം യുദ്ധം എന്ന് പറയുന്നത് എന്നും നഷ്ടങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന, നമുക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്, ഏതൊരു വാർത്താ ചാനലും തുറന്നു വെച്ച് നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? പാകിസ്ഥാനിനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു, അല്ലേ? അതല്ല എല്ലാവരും നോക്കുന്നത്. ആണോ? ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന എല്ലാവരും അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരൊന്നൊരുമിച്ച് എന്ത് വിളിക്കണം? വന്ദേ മാതരം, വന്ദേ മാതരം. അപ്പൊ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷനാണ്. ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം. വിജയം സുനിശ്ചിതം. ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക. എല്ലാ അർത്ഥത്തിലും പീസും നമ്മുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഇനിയൊരു പെഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലുള്ള, ഇന്ത്യയിലുള്ളൊരു സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്